Find the inverse transform of 18s by s square plus 36 square using convolution theorem. ഈ ഒരു പ്രോബ്ലത്തിൽ 18s by s square plus 36 ഹോൾ സ്ക്വയർ, ഈ ഹോൾ സ്ക്വയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. എസ് സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 36 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 18s by എസ് സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 36 എന്നാക്കി മാറ്റി തന്നിരിക്കുന്നതിനെ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിതിൽ രണ്ട് ടേംസാണ് ആവശ്യം. ഒന്ന് എഫ് ഓഫ് എസ്സും ഒന്ന് ജി ഓഫ് എസ്സും. ഇങ്ങനെ രണ്ട് ടേംസാണ് ആവശ്യം. അപ്പോൾ ഇതിൽ എഫ് ഓഫ് എസ് ചൂസ് ചെയ്യേണ്ടത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 ആയിട്ട് എടുക്കുക. അപ്പോൾ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 എഫ് ഓഫ് എസ് ആയിട്ട് ചൂസ് ചെയ്യാം. അതേപോലെ ഇവിടെ ഒറ്റ എസ്സേ ഉള്ളൂ, ആ എസ് ആണ് നമ്മൾ ഇവിടെ എടുത്തത്. ഇനി ഈ രണ്ടാമത്തെ ടേമിന് നമുക്ക് ജി ഓഫ് എസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ജി ഓഫ് എസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 36 ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പം എഫ് ഓഫ് എസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 കോമ ജി ഓഫ് എസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 36 ഈ രീതിയിൽ ചൂസ് ചെയ്യാം. ഈ ഒരു 18 എന്നുള്ള നമ്പർ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് ഇൻവേഴ്സ് കാണുന്ന സമയത്ത് നമുക്ക് ആ 18നെ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഈ കോൺസ്റ്റൻ്റ് ആയ 18 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇൻവേഴ്സാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്, അതേപോലെ എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ്. ഇത് രണ്ടും നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് കിട്ടുന്നത്? ഇവിടെ എസ് വന്നതുകൊണ്ട് നമുക്കറിയാം അത് കോസ് എന്നുള്ള ടേംസിലാണ് എഴുതേണ്ടതെന്ന് അറിയാം. കോസ് ഇവിടെ 36 ആയതുകൊണ്ട് 36 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ ആണ്. സോ 6t എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. എഫ് ഓഫ് എസ് ഈക്വൽ ടു കോസ് 6t. ഈ കിട്ടിയ കോസ് 6tനെ എഫ് ഓഫ് ടി ആയിട്ട് എടുക്കാം. ഇതിനെ എഫ് ഓഫ് ടി ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു കോസ് 6t. ഈ ടേമിനെ എഫ് ഓഫ് ടി ആയിട്ട് അസ്യൂം ചെയ്യാം. അതേപോലെ ഇവിടെ ജി ഓഫ് എസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 36 ആണ്. നമുക്കിതിൻ്റെ ഇൻവേഴ്സാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ടേമിൻ്റെ ഇൻവേഴ്സ് ഇവിടെ 1 വരുന്നതുകൊണ്ട് നമുക്കറിയാം സൈനിലാണ് ആൻസർ എഴുതുന്നുണ്ട്. സൈൻ 6t എന്നാണ് ആൻസർ വരേണ്ടത്. 36 ആണ്, സോ 6 സ്ക്വയർ ആണ്. അതുകൊണ്ട് 6t എന്ന് വരും. ബൈ 6 വരും. കാരണം ഇവിടെ 6 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആൻസർ എഴുതുമ്പോൾ ബൈ 6 വേണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയ ടേമിനെ നമുക്ക് ജി ഓഫ് ടി ആയിട്ട് എടുക്കാം. ജി ഓഫ് ടി ഈക്വൽ ടു സൈൻ 6t ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് ടി. ടി കോസ് 6t ആണ്. തിയറം അനുസരിച്ച്, തിയറം എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഈക്വൽ ടു ദ കൺവല്യൂഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു എന്നാണ്. ഇതാണ് തിയറം. അപ്പോൾ എഫ് ഓഫ് യു, ഈ യുവിലുള്ള ടേംസാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഈ എഫ് ഓഫ് ടിയിൽ ടിക്ക് യു എന്ന് കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് യു എന്ന് വരും. കോസ് 6u എന്ന് വരും, ടിക്ക് പകരം യു. അതേപോലെ ജി ഓഫ് യു ഈക്വൽ ടു സൈൻ 6 ജി ഓഫ് ടി മൈനസ് യു ആണ് കേട്ടോ. ടി മൈനസ് യു, ജി ഓഫ് ടി മൈനസ് യു ഈക്വൽ ടു ടിയുടെ പ്ലേസിൽ ടി മൈനസ് യു എന്നാക്കുന്നു. സോ സൈൻ 6t മൈനസ് യു ബൈ 6 എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് ടേംസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതും
ഈ ഒരു ടേമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ ഒരു തിയറം പ്രകാരം നമുക്കിതിൻ്റെ പ്ലേസിൽ ഈ തിയറം നമ്മൾ സ്റ്റേറ്റ് ചെയ്തു, തിയറത്തിൻ്റെ ഉള്ളിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു, അതായത് കോസ് 6u ഇവിടെ സൈൻ g of t minus u, സോ സൈൻ 6t minus u ഹോൾ ഡിവൈഡഡ് ബൈ 6du എന്ന് എഴുതാം. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 1/6 ഔട്ട് സൈഡ് എടുക്കാം. സോ 1/6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t. അപ്പോൾ നമ്മളിവിടെ കോസ് എ സൈൻ ബി എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൈൻ കോസ്ന്ന് സൈൻ എ കോസ് ബി എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയത് സൈൻ എ കോസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ആണ്. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഈ ഒരു ടേം ഒന്ന് മാറ്റി എഴുതിയിരിക്കുകയാണ്. സൈൻ ആദ്യവും കോസ് രണ്ടാമതായിട്ട് എഴുതി. സൈൻ 60 minus 6u ഇൻറ്റു കോസ് 6u എന്നെഴുതാം. ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതിയിരിക്കുകയാണ്. ഇനി നമുക്ക് സൈൻ എ കോസ് ബി എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ ഇത് എ എന്നുള്ള ടേം, ഇത് ബി എന്നുള്ള ടേം, എ പ്ലസ് ബിയും എ മൈനസ് ബിയും വരേണ്ടതാണ് അല്ലേ? നമുക്കൊന്ന് എഴുതി നോക്കാം. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോൾ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്നാണ് വരേണ്ടത്. ഇവിടെ നമുക്ക് നമ്മുടെ ടേം എന്ന് പറയുന്നത് സൈൻ എ എന്ന് പറയുന്നത് ഈ ടേമാണ് 60 minus 6u, ബി എന്നുള്ളത് 6u ആണ്. സോ അവ തമ്മിൽ ആഡ് ചെയ്തതാണ് വരേണ്ടത്. സോ സൈൻ എ പ്ലസ് ബി, എ ഈസ് 60 minus 6u പ്ലസ് 6u പ്ലസ് സൈൻ 60 minus 6u മൈനസ് 6u, എ മൈനസ് ബി. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണ് എ പ്ലസ് ബിയും. ഇവിടെ എ മൈനസ് ബി എന്നും വരുന്നത്. ഓക്കെ, ഡി യു അപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു ആണ്. സോ ഡി യു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി 2 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ വി ഹാവ് 1/12 ഇൻറ്റു 1/12 ഇൻ്റഗ്രൽ 0 to t. നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6t മൈനസ് 6u ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 6t എന്നാണ് കിട്ടുന്നത്. അടുത്ത ടേം സൈൻ 6t മൈനസ് 6u മൈനസ് 12u എന്നാണ് വരുന്നത്. 12u du. ഇനി വിത്ത് റെസ്പെക്ട് ടു യു ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1/12 ഇൻ്റഗ്രൽ 0 to t. ഈ ടേമിൽ യു എന്നുള്ള ടേമില്ല, വിത്ത് റെസ്പെക്ട് ടു യു ആണ്. ഈ ടേമിൽ യു ഇല്ല. ദാറ്റ് മീൻസ് ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ എഴുതുമ്പോൾ സൈൻ 60 അത് കോൺസ്റ്റൻ്റ് ആണ്. അവിടെ ഇൻറ്റു 1 ഉണ്ടെന്ന് വിചാരിക്കുക. സൈൻ 60 കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഇൻറ്റു 1നെ വിത്ത് റെസ്പെക്ട് ടു യു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദെൻ വി ഒബ്റ്റെയിൻ യു. 1നെ വിത്ത് റെസ്പെക്ട് ടു യു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, വി ഒബ്റ്റെയിൻ യു. പ്ലസ് ഈ ടേമിൽ യു ഉണ്ട്, 6t മൈനസ് 12u. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് സൈൻ്റെ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് മൈനസ് കോസ് എന്നല്ലേ വരേണ്ടത്. മൈനസ് കോസ് 6t മൈനസ് 12u. ഇനി ഇവിടെ വിത്ത് റെസ്പെക്ട് ടു യു ആണ് ഇൻ്റഗ്രേഷൻ, അതുകൊണ്ട് യുവിൻ്റെ കോയിഫിഷ്യൻ്റായ -12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വിത്തിൻ ദ ലിമിറ്റ് t 0. ഇനി നമുക്ക് ലിമിറ്റ് കൊടുത്തു നോക്കാം. 1/12 ഈ ഒരു ടേമിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ t ആണ്, യുവിന് പകരം ടിയും യുവിന് പകരം 0യും ആണ് ലിമിറ്റായിട്ട് കൊടുക്കേണ്ടത്. ദെൻ സൈൻ 6t ഇൻറ്റു യുവിന് പകരം അപ്പർ ലിമിറ്റായ ടി കൊടുക്കുന്നു, മൈനസ് യുവിന് പകരം ലോവർ ലിമിറ്റായ 0യും കൊടുക്കുന്നു. പ്ലസ് ഈ രണ്ട് മൈനസുകൾ പ്ലസ്സായി മാറുന്നു. നൗ കോസ് 6t മൈനസ് 12t, കാരണം യുവിൻ്റെ സ്ഥാനത്ത് ടി കൊടുക്കുന്നു, 12t മൈനസ് കോസ്
6t മൈനസ് യുവിന് 0 കൊടുക്കുന്നു. സോ ഇവിടെ 0 വരും. നൗ ദിസ് ഇസ് ഈക്വൽ ടു 1/12 ഇൻറ്റു ടി ഇൻറ്റു സൈൻ 6t എന്ന് എഴുതാം. ഇവിടെ ടി എഴുതരുത്, ടി ഇവിടെ ഫ്രണ്ടിലായിട്ട് എഴുതണം. ടി ഇൻറ്റു സൈൻ 6t. ഇവിടെ 60ന്ന് 12t പോയി കഴിഞ്ഞാൽ -60 ആണ്. അപ്പോൾ കോസ് -60 വരും. കോസ് -60 ദാറ്റ് ഈസ് കോസ് 60. കോസ് 6t. കോസിൻ്റെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൈനസ് വന്നാലും ആ മൈനസ് പോവും. അങ്ങനെ കോസ് 60 എന്ന് വരും. മൈനസ് കോസ് 6t. ഇവിടെ നമ്മളൊരു 12 ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഈ ഒരു 12 രണ്ട് ഭാഗത്തും വരും കേട്ടോ. 12. അപ്പോൾ ഇവിടെ /12 /12 വരും. ഇതാ ഈ രണ്ട് ടേമുകൾ സെയിം ആണ്, ഓപ്പോസിറ്റ് സൈൻ ആണ്. സോ ഇവ ക്യാൻസൽ ചെയ്ത് പോവും. therefore we obtain 1/12 ഇൻറ്റു ടി ഇൻറ്റു സൈൻ 6t എന്ന് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തത് L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്, എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആണ്. അതായത് L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്തായിരുന്നു? s/s² + 36. ജി ഓഫ് എസ് 1/s² + 36 ആണ്. അതിൻ്റെ ആൻസറാണ് നമുക്ക് 1/12 ടി ഇൻറ്റു സൈൻ 6t എന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിലൊരു 18 ഉണ്ടായിരുന്നു. L ഇൻവേഴ്സ് ഓഫ് 18 s/s² + 36 ഹോൾ സ്ക്വയർ ആയിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ കിട്ടിയ ആൻസറിനെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ 18 ഇൻറ്റു 1/12 ടി സൈൻ 6t എന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3/2 എന്നായിരിക്കും കിട്ടുന്നത് അല്ലേ. ഇവിടെ 6 വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. 6 3 ടൈംസും 6 ഇവിടെ 2 ടൈംസ് വരും. അപ്പോൾ 3/2 ടി സൈൻ ടി എന്ന ആൻസർ കിട്ടും. 3/2 ടി സൈൻ 6t എന്നായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ നോട്ട് ചെയ്യാം, നമ്മളിപ്പോൾ കണ്ടതനുസരിച്ചിട്ട് 1/12 ടി സൈൻ 6t ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഒരു 18 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. സോ ആ 18 ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിനെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദ ആൻസർ ഈസ് 3/2 ടി സൈൻ 6t ആണ് കിട്ടുന്നത്.